നമസ്കാരം, ഞാൻ പാർവതി. പുതിയ സിനിമാ വിശേഷങ്ങളുടെ ലോകത്തിലേക്ക് സ്വാഗതം. ലോകം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ആദ്യം വരുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന മലയാള ചിത്രം ഉടനെ ഒന്നും OTT റിലീസിലേക്ക് ഇല്ലെന്നാണ് നിർമ്മാതാവായ ദുൽഖർ സൽമാൻ അറിയിച്ചിരിക്കുന്നത്. 2-3 ആഴ്ച കൂടി ചിത്രം തിയേറ്ററിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ വേൾഡ് വൈഡ് 275 കോടി കടക്കുന്ന ആദ്യ മലയാള ചിത്രവും ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 5 മില്യൺ ടിക്കറ്റുകൾ വിറ്റ ആദ്യ മലയാള ചിത്രവുമായി ലോകം മാറിയിരിക്കുന്നു. അടുത്തതായി ദൃശ്യം 3യുടെ അപ്ഡേറ്റ്സിലേക്ക് പോവുകയാണ്. ദൃശ്യം 3യുടെ ചിത്രീകരണം കൊച്ചിയിൽ തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 50ഓളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണമായിരിക്കുമെന്നാണ് സംവിധായകൻ ജിത്തു ജോസഫ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റിലീസ് തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്നും സംവിധായകനും പ്രൊഡ്യൂസറായ ആന്റണി പെരുമാറും കൂടെ ചേർന്നാണ് തീയതി നിശ്ചയിക്കുന്നതെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 2023 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാവായി മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ. ഈ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് നടൻ. 2004 പ്രശസ്ത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു ഈ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി താരം. KJ യേശുദാസിന് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം. സംഗീത മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് തമിഴ്നാട് സർക്കാർ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഗായിക ശ്വേതാ മോഹനും നടി സായി പല്ലവിക്കുമാണ് കലൈമാമണി പുരസ്കാരം. അടുത്ത മാസം ചെന്നൈയിൽ വെച്ചായിരിക്കും പുരസ്കാര വിതരണം. സായി പല്ലവിക്ക് ലഭിച്ചത് 2021 കലൈമാമണി പുരസ്കാരമാണ്. ശ്വേതയ്ക്ക് നൽകുന്നത് 2023 കലൈമാമണി പുരസ്കാരമാണ്. നടൻ SJ സൂര്യ, സംവിധായകൻ ലിംഗുസ്വാമി എന്നിവർ സായി പല്ലവിക്കൊപ്പം 2021 കലൈമാമണി പുരസ്കാരം അർഹരായി. നടൻ മണികണ്ഠൻ, ജോർജ് മാരിയൻ, ഛായാഗ്രാഹകൻ സന്തോഷ് കുമാർ, PRO നിഖിൽ മരുകൻ എന്നിവർ ശ്വേതാ മോഹനൊപ്പം 2023 അവാർഡ് പങ്കിടും. അതേസമയം നടന്മാരായ വിക്രം പ്രഭു, ജയ VC ഗുഹനാഥൻ, ഗാനരചയിതാവ് വിവേക, PRO ഡയമണ്ട് ബാബു എന്നിവർക്കാണ് 2023 കലൈമാമണി പുരസ്കാരം. ജിത്തു ജോസഫ് ആസിഫ് അലി കൂട്ടുകെട്ടിൽ പിറന്ന മലയാള ചിത്രം മിറാഷ് റിലീസായിരിക്കുന്നു. ട്വിസ്റ്റുകൾ കൊണ്ട് പ്രേക്ഷക മനസ്സുകൾ കീഴടക്കുകയാണ് ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രം മിറാഷ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കരം. നോബൽ ബാബു തോമസ്, ISL കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ പരിശീലകൻ ഇവാൻ വുക്കമാനോവിച്ച്, രേഷ്മ സെബാസ്റ്റ്യൻ, മനോജ് K ജയൻ, കലാഭവൻ ഷാ ജോൺ, ബാബുരാജ് എന്നിവർ അഭിനയിക്കുന്ന ചിത്രം സെപ്റ്റംബർ 25 തിയേറ്ററുകളിൽ എത്തും. മെറിലാൻഡ് സിനിമാസും ഹാബിറ്റ് ഓഫ് ലൈഫിനും കീഴിൽ വിശാഖ് സുബ്രഹ്മണ്യനും വിനീത് ശ്രീനിവാസനും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. നവാഗതനായ ഉണ്ണി ശിവലിംഗ രചനയും സംവിധാനം നിർവഹിക്കുന്ന മലയാളം സ്പോർട്സ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബാൾട്ടി. STK ഫ്രെയിംസും ബിനു ജോർജ് അലക്സാണ്ടർ പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം മലയാളത്തിലും തമിഴിലുമായി ഒരേ സമയം ചിത്രീകരിച്ചിരിക്കുന്നു. ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ്, പ്രീതി അസ്രാനി, അൽഫോൺസ് പുത്രൻ, സെൽവരാഘവൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രം സെപ്റ്റംബർ 26 തിയേറ്ററുകളിൽ എത്തും. സൗത്ത് ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന കാന്താരയുടെ പ്രീക്വലായ കാന്താര ചാപ്റ്റർ 1ന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഋഷഭ് ഷെട്ടി എഴുതി സംവിധാനം ചെയ്ത കാന്താര ചാപ്റ്റർ 1ന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ഹോംബെയിൽ ഫിലിംസിന് കീഴിൽ വിജയ് കിഴകന്തൂർ നിർമ്മിക്കുന്ന ഈ ചിത്രം ഒക്ടോബർ 2 റിലീസ് ചെയ്യും. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച